വിജയ്, 2 ദിവസമായിട്ട് കോഴിത്തരത്തിന്റെ വാർത്തയാണ് ഫുള്ള് കേൾക്കുന്നത്. കോഴി കൊത്തി 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 മുറത്തി കയറി കൊത്തിയെന്നും കേൾക്കുന്നു. ഒരു സീനിയർ കോൺഗ്രസ് നേതാവിന്റെ മകൾ AICCക്ക് പരാതി കൊടുത്തു. ഇയാൾ മുൻ MP കൂടിയാണ്. അപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി തന്നെയും ദുരുപയോഗം ചെയ്തു എന്നാണ് പരാതിയുടെ ഉള്ളടക്കമെന്നും കേൾക്കുന്നു. അപ്പൊ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതിന് അപ്പുറത്തേക്കൊക്കെ പോവുകയാണെന്നാണ് തോന്നുന്നത്. ഇതിനിടയ്ക്ക് കേൾക്കുന്ന ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഉള്ള ഇപ്പോൾ പോലീസിന് വലിയ ശുഷ്കാന്തിയൊന്നുമില്ല എന്നൊക്കെ എന്നും കേൾക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ശുഷ്കാന്തി ഇല്ലെന്നോ? ഇല്ല എന്നുള്ളത്. പോലീസിനോ രാഹുലിനോ? രാഹുലിന് എന്തിനാ ശുഷ്കാന്തി? രാഹുലിന്റെ എല്ലാം കട്ടയും പുറയും മുടങ്ങിയില്ലേ? ഇനിയിപ്പം ശുഷ്കാന്തി കൂടുതലാണ് ഇപ്പൊ പ്രശ്നം. അതെ, ശുഷ്കാന്തി. അപ്പം കുറച്ചുകൂടി കാര്യങ്ങൾ ഇപ്പൊ തണുത്തിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇവൻ നടിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ആരോപണ വിധേയനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ തിടുക്കത്തിൽ കേസ് എടുക്കണ്ട എന്നാണ് ഇപ്പോൾ പോലീസ് തീരുമാനം. തിടുക്കം കാണിക്കേണ്ട, പണി കിട്ടും ചിലപ്പോൾ. നമ്മൾ തിടുക്കം കാണിക്കും. അതെ, ഉറപ്പാണ്. കാര്യം എന്താ വെച്ചാൽ ഈ ആക്ഷേപം ഉന്നയിച്ചവർ രേഖാമൂലം പരാതി കൊടുത്തില്ലെങ്കിൽ ഈ ആക്ഷേപം ഉന്നയിച്ചവർക്ക് എപ്പോൾ വേണമെങ്കിലും അവരുടെ മൊഴി മാറ്റാം. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല സ്വാധീനമുള്ള ഒരു യുവ നേതാവാണ്. ഏതെങ്കിലും തരത്തിൽ അവരെ സ്വാധീനിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തുക മറ്റോ ചെയ്യാം. അപ്പൊ ഈ ആക്ഷേപം ഉന്നയിച്ചവർ നാളെ തന്നെ ഏതെങ്കിലും ചാനലിന്റെ മുമ്പിൽ ഇരുന്ന് എന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ് ഞങ്ങൾ. അത് മാത്രമല്ല, രാഹുലിന്റെ പേര് ഇവരെല്ലാം പേര് പറഞ്ഞിട്ടില്ല. രാഹുലിന്റെ പേര് പറയാതെയാണ്. അല്ല, ഇപ്പൊ ആ ഗർഭം അലസിപ്പിക്കാനായിട്ട് നിർബന്ധം പിടിച്ചു എന്ന തരത്തിൽ ഒരു ടെലിഫോൺ സംഭാഷണം വന്നിരുന്നില്ലേ? അവരോട് വീണ്ടും ആ ചാനല് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അതിനാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. അവര് പറയുന്നില്ല. പക്ഷെ നമ്മളും കഴിക്കുന്ന അരിയാഹാരമാണല്ലോ. പക്ഷെ ഞാൻ പറയുന്നത്, കോടതിയുടെ ഇതിലേക്ക് പോകുമ്പോൾ, അതൊരു ഡിഫമേഷൻ എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ആ രീതിയിൽ പോകുമ്പോൾ അതിൽ പേരെടുത്ത് ഇവർ പറഞ്ഞിട്ടില്ല. ഇവർ ചോദിക്കുന്നതിനോട് മറുപടി പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നോ അല്ലെന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഇതാണ് ഇതിനകത്തുള്ള ലൂപ്പ് ഹോൾ. അപ്പോ മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പരാതി നൽകിയിട്ടുള്ളത്. കേസെടുത്താൽ അല്ല വിജയ്. അപ്പോ എന്റെ ഒരു സംശയം, ഈ പരാതിക്കാര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് പറഞ്ഞിട്ടില്ല. അപ്പോ ഇവർ വേണമെങ്കിൽ നാളെ ഈ പരാതി പിൻവലിക്കാനും സാധ്യതയുണ്ട്. പരാതി കൊടുത്തിട്ടില്ല. ഇല്ല, പരാതി കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ ആ ആക്ഷേപം തന്നെ ഒരു പ്രസ് മീറ്റ് വിളിച്ച് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതോടെ കഴിഞ്ഞു. പക്ഷേ ഈ ചങ്ങാതി എന്തിനാ പിന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവി അങ്ങ് രാജിവെച്ചത്? ഇല്ല, അതിൽ കഴമ്പ് ഇല്ല എന്നല്ല ഇവിടെ പറയുന്നത്. പോലീസിന്റെ ഒരു പക്ഷമാണ് അത്. പോലീസിന്റെ ഒരു പെർസ്പെക്റ്റീവാണ് പറയുന്നത്. അത് മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കേസെടുക്കാൻ കഴിയില്ല. കാരണം കോടതിയിൽ ഇത് തിരിച്ചടിയാകുമെന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചോ അല്ലെങ്കിൽ കുറ്റവാളിയാക്കിയോ കേരള പോലീസ് സംസാരിക്കുന്നില്ല. ഇതിന്റെ സാങ്കേതിക വശങ്ങളാണ് അവർ പറയുന്നത്, നിയമത്തിന്റെ. അപ്പോൾ ആരോപണ വിധേയനെതിരെ പരാതിക്കാരന് തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഈ ഫോൺ കോൾ ഒഴിച്ച് പിന്നെ ഈ കാര്യം പറയുന്നത്, ഇതൊക്കെ ഒരു ടേർഷറി ആയിട്ടുള്ള തെളിവുകളാണ്. കോടതിയിൽ പോകുമ്പോഴത്തേക്ക് ഇതിനൊരു ഒരു പ്രൈമറി ഇമ്പോർട്ടൻസ് കിട്ടില്ല. ഈ റെക്കോർഡ് ദിലീപിന്റെ കേസിലും മറ്റും നമ്മൾ കണ്ടതാണ്. പിന്നെ അത് മാധ്യമങ്ങളിൽ ഓൾറെഡി വന്നിട്ടുള്ളതാണെങ്കിൽ ഒട്ടും തന്നെ അതിൻ്റെ ഇത് പോകും. പിന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ ഒക്കെ കാലത്ത് ഇതിൻ്റെ ഒരു ഒതന്റിസിറ്റി എങ്ങനെ പരിശോധിക്കും, ഒരു ജെനുവിനിറ്റി ഉണ്ടല്ലോ, അതെങ്ങനെ പരിശോധിക്കുമോ എന്നൊക്കെ ഉള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ഒരു ശബ്ദം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അതേ ശബ്ദത്തിൽ ഇപ്പം മോദിയുടെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഒരു ശബ്ദം കൊടുത്ത് ആ ശബ്ദത്തിന് അതനുസരിച്ച് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാട്ട് കേട്ടിട്ടുണ്ട്, ട്രംപിന്റെ ഒപ്പന പാട്ട് കേട്ടിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു പബ്ലിക് ഫിഗറിന്റെ ശബ്ദം ഒന്നും കിട്ടാൻ പാടുന്നില്ല AIക്ക് ഫീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു രീതിയിലേക്ക് അതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ കേസ് കൊടുത്തിട്ടും ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അകത്താക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വ്യാമോഹമാണ്. കാരണം അത് ഇവിടെ ശബ്ദം മാത്രമല്ലല്ലോ വിജയ്, സ്ക്രീൻഷോട്ടുകളും ഉണ്ടല്ലോ. സ്ക്രീൻഷോട്ടുകളുണ്ട്. ഇതിൽ ഈ പറയുന്ന സ്ത്രീകൾ റെസ്പോണ്ട് ചെയ്തിരിക്കുന്ന സ്ക്രീൻഷോട്ടുകളാണ് ഇതൊക്കെ. ഇത് പിന്നീട് അത് ഇവർ പറയുന്നു, അതായത് ശല്യപ്പെടുത്താൻ നോക്കി. ഞാൻ ചോദിക്കട്ടെ, ഒരു സാധാരണ ഈ പറയുന്ന സെലിബ്രിറ്റി ഒന്നും അല്ലാത്ത ഒരാൾ ഒരു സ്ത്രീക്ക് മെസ്സേജ് അയച്ചു ശല്യപ്പെടുത്താൻ വേണ്ടി, എന്തായിരിക്കും ആ സ്ത്രീ ചെയ്യുന്നത്? ബ്ലോക്ക് ചെയ്യും. അതെന്തുകൊണ്ടാണ് ഇവർ ചെയ്യാത്തത്? എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അല്ല, അതെന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഇവർ ചെയ്യാത്തത്? അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരകളിലേറെയും ഈ വനിതാ മാധ്യമ പ്രവർത്തകരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. കാരണം ഈ വനിതാ മാധ്യമ പ്രവർത്തകരിൽ ഈ ഒരു ഷോ ഓഫ് മാത്രം കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഈ മാധ്യമപ്രവർത്തനം ആത്യന്തികമായി ഒരു ഇന്റലക്ച്വൽ പ്രോസസ്സാണ്. പക്ഷെ അതില്ലാണ്ട് ഒരു പപ്പറ്റ് ഫിഗറായിട്ട് നിൽക്കുന്ന കുറേ വനിതാ മാധ്യമ പ്രവർത്തകരുണ്ടെന്നുള്ളത് വാസ്തവമാണ്. കാര്യം ഇത് ആത്യന്തികമായി ഇതൊരു ഷോ ബിസിനസ്സാണ്. അപ്പോൾ കാണാൻ നല്ല ആകാര ഭംഗിയുള്ളവരെ, അവർക്ക് ബൗദ്ധിക തലത്തിൽ കാര്യമായ വിവരങ്ങളൊന്നും ഇല്ലെങ്കിലും അവർ ഓരോ ചാനലുകളുടെയും മുഖങ്ങളായി മാറുക ഇന്നത്തെ കാലത്തെ സംഗതിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിലെ കാണുന്നത് ഒരു മെയിൻ സ്ട്രീം, വലിയൊരു ഡിബേറ്റർ എന്ന നിലയിൽ ഏത് വിഷയത്തെക്കുറിച്ച് നന്നായി സംസാരിക്കുന്ന ഒരാൾ
ചാനൽ ചർച്ചകളിൽ വല്ലാണ്ട് തിളങ്ങുന്നയാൾ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ എനിക്കൊരു കുളിരല്ലേ? അതെ, അതുകൊണ്ടാണ് ആ കുളിരിൽ നിന്നാണ് ഈ തുടങ്ങുന്നത്. ആ വയറിനകത്തെ ചിത്രശലഭ പറക്കുന്നതിനുള്ള അനുഭൂതി ഉണ്ടല്ലോ, കുളിരെന്ന് ചേട്ടൻ പറഞ്ഞു. ആ ഒരു അനുഭൂതി തേടി പോകുന്നത് കൊണ്ടാണ്. അല്ലാതെ ഒരു സാധാരണക്കാരനാണ് അവർക്ക് മെസ്സേജ് അയക്കുന്നെങ്കിൽ അവർ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ബ്ലോക്ക് ചെയ്യാതിരുന്നിട്ട് ആ മെസ്സേജുകളെല്ലാം അനുവദിച്ചിട്ട് പിന്നീട് ശല്യപ്പെടുത്തുന്നത് പറയുന്നതിൽ അത് മാത്രമല്ല, അല്ല പവിത്രമായ പ്രണയമാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രണയമുണ്ടെങ്കിൽ പ്രണയിച്ചോളൂ, അതിന് കിടക്കയിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അത് മാത്രമല്ല, വിവാഹം വാഗ്ദാനം നൽകി എന്നുള്ളത് കൊണ്ട് കിടന്നു കൊടുക്കേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് രണ്ട് സൈഡും പറയണമല്ലോ. അതെ. അപ്പൊ യുവൻ നടിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ആരോപണ വിധേയനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അഭിഭാഷകനായിട്ടുള്ള ഷിൻഡോ സെബാസ്റ്റ്യനാണ് എറണാകുളം സെൻട്രൽ പോലീസിന് എനിക്കും കിട്ടണം പണം ബാലാവകാശ കമ്മീഷൻ പരാതി നൽകിയത്. യുവതിയും രാഹുലും തമ്മിലുള്ളതെന്ന നിലയിൽ പുറത്തു വന്ന ഫോൺ സംഭാഷണം ഉൾപ്പെടെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഗർഭചിത്രത്തിന് നിർബന്ധമാക്കുന്നതിന് കുറ്റകരമായിരിക്കെ കേസെടുത്ത് നടപടി സ്വീകരിക്കണമെന്നായിരുന്നു ആവശ്യം. ഗർഭസ്ഥ ശിശുവിനെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കുന്നതാണ് രാഹുലിന്റെ പ്രവൃത്തി. പുറത്തു വന്ന ശബ്ദ സന്ദേശങ്ങൾ. രാഹുലിന്റെ കാര്യത്തിൽ ഏതാണ്ട് നമുക്ക് തീരുമാനമാക്കാം. കാര്യം ഇപ്പോ ഈ രാഷ്ട്രീയ ഭാവിയും പൊതുജീവിതം എല്ലാം തീരുമാനമായി. അല്ല, ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഒരിക്കലും അറസ്റ്റിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഇല്ല. പക്ഷേ ഈ ഏറ്റവും രസകരമായ സംഗതി, ഇദ്ദേഹം ഒരു പെൺകുട്ടിയല്ല പല പെൺകുട്ടികളെ പ്രണയിച്ച് അതിൽ ഒരാൾക്ക് ഗർഭം ഉണ്ടാക്കി. അതിന്റെ ഗ്യാപ്പിൽ പുള്ളി ഒരു വിവാഹ പരിപാടിയായിട്ട് മുമ്പോട്ട് പോയി. അങ്ങനെ അതും ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ മകളെ തന്നെ അങ്ങ് കയറി പ്രേമിച്ചു. കോൺഗ്രസ് എംപിയുടെ മകളെ തന്നെ പ്രേമിച്ചു. അവിടെയും ഇദ്ദേഹത്തിന്റെ സ്വസിദ്ധമായ കോഴിത്തരം കാണിച്ചു എന്നറിയപ്പെടുന്നു. ആ യുവതി ഇപ്പോൾ AICCയോട് പരാതി നൽകിയിട്ടുണ്ടെന്നും അറിയുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ എന്താണ് സാധാരണമല്ലേ എന്നുള്ള രീതിയിലാണ് രാഹുൽ ഇതിനോട് പ്രതികരിക്കാൻ ശ്രമിച്ചത്. ഈ പ്രതികരണം കഴിഞ്ഞ ദിവസത്തെ അതിന്റെ ആ ഒരു സ്പിരിറ്റിലങ്ങ് എടുത്ത ഒരു സിനിമയില് സായികുമാർ പറയുന്ന ഡയലോഗാ. പിന്നെ ഈ വോയിസ് ഒക്കെ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോയിന്റ് ഇവിടെ അദ്ദേഹം പറയുന്നത്, അതായത് വോയിസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ലേ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ കയറി പിടിക്കും, ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് എന്നൊക്കെ പറഞ്ഞ്. അല്ല, ഇത് ഒന്നാമത് ഇതിന് പണ്ട് കാലം മുതലേ ഇത് കോടതിയിൽ ഇതിൽ ടെർഷറി എവിഡൻസ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. അതായത് ഒന്നുമില്ലെങ്കിൽ പരിഗണിക്കാം എന്നുള്ള ഒരു കാര്യം. അല്ല, ഏറ്റവും വലിയ പ്രശ്നം ഈ കാര്യത്തിൽ CPM-ന് ഈ അവസരം കൃത്യമായിട്ട് അങ്ങ് മുതലാക്കാൻ പറ്റില്ല. കാര്യം അവരുടെ കൂട്ടത്തിൽ M. മുകേഷ് ഉണ്ട്, ഗണേഷ് കുമാർ, അതാണ് കോൺഗ്രസ് ഇപ്പോൾ ഡിഫൻസിന് പറയുന്നത്. പിന്നെ നമ്മുടെ സ്വപ്ന സുരേഷിന് സന്ദേശങ്ങൾ അയച്ച പല പ്രമുഖ നേതാക്കളും ഭരണപക്ഷത്തുണ്ട്. രാമനും കൃഷ്ണനും ഒക്കെ ഉണ്ട്. രാമനും കൃഷ്ണനും എല്ലാവരും ഉണ്ട്. പിന്നെ M. സ്വരാജിനെ പറ്റിയും ഇങ്ങനെ ഒരു ആക്ഷേപം നേരത്തെ വന്നതാണ്. അപ്പൊ ഇതൊക്കെ ഉള്ളപ്പോ ഒരു പരിധിക്കപ്പുറം കൈവിട്ട് കളിക്കാൻ അവർക്കും പറ്റില്ല. പക്ഷേ ഭരണത്തിലല്ല. അതുള്ളത് കൊണ്ട് ഇവർക്ക് ആ ഒരു, അതായത് ഭരണത്തിലിരിക്കുന്നവരെ അടിക്കാനാണ് ഏറ്റവും എളുപ്പം. പ്രതിപക്ഷത്തിന്റെ ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഭരണത്തിലിരിക്കുന്നവരുടെ വീഴ്ചയാണ്. അതല്ലേ ഇപ്പം വോട്ട് ചോറി ഒന്നും ബോംബായിട്ട് പോലും അത് ഇത്രയും വലിയ രീതിയിൽ അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് ഭരണത്തിലിരിക്കുന്നവരെ പറ്റിയാണ്. ഇപ്പം പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനെ പറ്റിയാണ് നരേന്ദ്രമോദി സർക്കാരാണ് പറയുന്നത് വോട്ട് ചോറി ഇവർ നടത്തിയിട്ടുണ്ട്. അതിനെ മൈൻഡ് ചെയ്യും. ഇല്ല, അവർ ഓൾറെഡി പ്രതിപക്ഷത്തല്ലേ, നീ വന്നാൽ എന്ത് ഇല്ലെങ്കിലും. അപ്പോൾ അതാണ് ഇവിടെ ഒരു സംഭവം. അപ്പം എന്തായാലും ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരേ ഒരു തുറുപ്പുചീട്ട് മുകേഷാണ്. കൊല്ലത്തുള്ള ഒരു മുകേഷിനെ കൊണ്ട് മാത്രം. പിന്നെ ഉണ്ടല്ലോ ആൾക്കാർ അവരുടെ പക്ഷത്ത്, ഒരുപാട് പേരുണ്ട്, ഗണേഷ് കുമാറുണ്ട്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ ഹേമ കമ്മീഷൻ ഇങ്ങോട്ട് വന്നപ്പോൾ എടുത്ത ആ ലിസ്റ്റ് ഒന്ന് കോൺഗ്രസിൽ തുറന്നു നോക്കിയാൽ മതി. കുറേ പേരുടെ പേരുണ്ട്. അവരെയൊക്കെ വെച്ചിട്ട് ഈ രാഷ്ട്രീയത്തിലുള്ളവരെയും വെച്ച് അവർക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അറസ്റ്റ് ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇതോടെ അവസാനിക്കും എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും.